ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൈഡേ മോർണിംഗിലെ എൻ്റെ റുട്ടീനാണ് കേട്ടോ. എല്ലാ ഫ്രൈഡേയും ഞാൻ ഈ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ഞാനിതിന് മുന്നേയും ഒത്തിരി തവണ നമ്മുടെ ഫ്രൈഡേ മോർണിംഗ് റുട്ടീനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പഴയ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കേട്ടോ, മറക്കരുത്. എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്ത് വെച്ചേക്കണേ, മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. സാധാരണ എന്നും ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേക്കും, പക്ഷേ ഇന്ന് എന്തോ ഉറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ 6 മണിയായി എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ആമിക്കുന്ന സ്കൂളുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എഴുന്നേറ്റതിന് ശേഷം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നാലും ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കിന്ന് വീഡിയോ എടുക്കാൻ നല്ലൊരു ഉഷാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തലേ ദിവസം തന്നെ നല്ല മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമൊക്കെ നല്ലതായിട്ടൊന്ന് തണുത്ത് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കുവാണ്. 5 മണിക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ കുറേ നേരം സമയം കിട്ടും കേട്ടോ, പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല. അരമണിക്കൂറൊക്കെയാണ് ഞാൻ സാധാരണ പുറത്ത് നോക്കി ഒന്നും ചിന്തിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു മോർണിംഗ് ടൈമിൽ നമ്മൾ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണ്. എനിക്കങ്ങനെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. മെഡിറ്റേഷനും യോഗയൊന്നും ഞാൻ ചെയ്യാറില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും മനസ്സ് ശാന്തമാവും കുറച്ച് നേരം പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. ഒന്നും ചിന്തിക്കാതെ നോക്കി നിൽക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മഹാലക്ഷ്മി മന്ത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അഷ്ടകമാണ് ഞാനിന്ന് പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് മന്ത്രമൊന്നും ജപിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഈ ആമിയെ സ്കൂളിൽ വിടുന്ന കാരണം കൊണ്ട് അതിനുള്ള ഒരു സമയം കിട്ടാറില്ല. അപ്പം ഞാൻ എപ്പോഴും ടി വിയിൽ തന്നെയാണ് പ്ലേ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ തലയൊക്കെ കുളിച്ചതിന് ശേഷം വന്നിട്ട് കോലം ഒന്ന് വരച്ചിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡോട്ടഡ് കോലം വരയ്ക്കാനായിട്ട് തീരെ വശമില്ല കേട്ടോ. ഞാനിത് കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പല ഡിസൈനും ഇങ്ങനെ പഠിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ബുക്കിലൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. ആമിക്കും ഇങ്ങനെ കോലം വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അവൾക്ക് കോലം പൊടി വെച്ചിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല. എന്നാലും ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ശരിയായില്ലെങ്കിൽ കരയാറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഉറക്കൊഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാനിതൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈന് എങ്ങനെയോ വരച്ചൊപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സിമെട്രിക് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇത് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നേരത്തെയൊക്കെ വരച്ചുകൊണ്ടിരുന്ന കോലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഫാർ ബെറ്റർ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോലം ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ, മറക്കരുത്. പിന്നെ നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെകളിൽ ഉപ്പുദീപമാണ് വെക്കുന്നത്. ചില വെള്ളിയാഴ്ചകളിൽ ഞാൻ വൈകുന്നേരമാണ് ഉപ്പുദീപം വെക്കുന്നത്. ഉപ്പുദീപം വെക്കുന്നതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ കാമാക്ഷി വിളക്കുണ്ട്. അപ്പം ഞാൻ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ മാക്സിമം കാമാക്ഷി വിളക്ക് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഈ വിളക്കൊക്കെ നേരത്തെ കൂട്ടി കഴുകി ക്ലീൻ ചെയ്ത് നമ്മുടെ ഷെൽഫിൽ വെച്ചേക്കും. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കും. പിന്നെ ഈ ഉപ്പുദീപം വെക്കുന്നത് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിലോ രാവിലെകളിലോ വെക്കാം. എന്നിട്ട് ശനിയാഴ്ച എടുത്തിട്ട് ഈ ഉപ്പിനെ, കല്ലുപ്പുണ്ടല്ലോ, ഇതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. റണ്ണിങ് വാട്ടറിൽ ഒഴുക്കി കളയണം, ചവിട്ടാത്ത ഭാഗത്ത്. ഉപ്പുദീപം വെക്കുന്നത് തന്നെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഒന്നും വരാതിരിക്കാനും പോസിറ്റിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. വീടിനുള്ളിൽ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ പൂജാ റൂമിലാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ ഓരോ ദിവസവും ഏത് ഭഗവാനാണോ പൂജിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ വിളക്ക് വെക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ച് ചുവരൊന്നും നാശമാക്കി കളയണ്ട, പിന്നെ സ്റ്റിക്കറൊക്കെ ഇളകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷിനൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നേരെ കിച്ചണിൽ വന്ന്
വന്നു. ആമിക്ക് 8 മണിയാകുമ്പോൾ ബസ് വരും. പക്ഷേ ഞാനിവിടെ 7:20 ആയപ്പോൾ കിച്ചണിൽ കയറുന്നതേ ഉള്ളേ. എനിക്കാണെങ്കിൽ ഞാൻ എന്ത് ബോധത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ഇതിൻ്റെ ഞാൻ വീഡിയോ കൂടി എടുക്കുന്നുണ്ട്. കുറേ സമയം ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഞാൻ കറക്റ്റ് സമയത്ത് ആമിയെ വിട്ടപ്പോൾ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ലേറ്റായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നും നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ലൊരു ഉത്സാഹമുള്ളൊരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കൂടി എടുക്കാമെന്ന് തോന്നി. അപ്പോൾ 7:20 ആയപ്പോഴും ഞാനിവിടെ കിച്ചണിൽ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എഗ് റൈസ് ആണ്. സാധാരണ ഫ്രൈഡേയ്സിൽ അങ്ങനെ ഞങ്ങൾ നോൺ വെജ് ഉണ്ടാക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ആമിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യണമല്ലോ എന്തെങ്കിലും. അങ്ങനെ എൻ്റെ അടുത്ത് കുക്ക്ഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ ചോറ് വേവിച്ച് വെച്ചതിരിപ്പുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നിട്ട് എഗ് റൈസ് ചെയ്യാമെന്ന് കരുതി എൻ്റെ സ്റ്റൈലിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു എഗ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്ത് പെരിഞ്ജീരകവും കറിവേപ്പിലയും പൊട്ടിച്ചെടുത്തു. പിന്നെ ചെറിയൊരു സവോള ഇതുപോലെ പൊടിയായി നുറുക്കിയതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചെറുതായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കുന്നത് പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്, പിന്നെ കുറച്ചും കൂടിയൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഷനാണ്. ഇതുപോലെ സമയം ഇല്ലാതിരിക്കുമ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയതിന് ശേഷം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്താൽ മതി. പൊടികളൊന്നും ഒരുപാട് ചേർക്കണ്ട, മൈൽഡായിട്ടുള്ള മസാല വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നല്ല നാടൻ മുട്ട കിട്ടുന്നുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന അങ്ങനത്തെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാനും പറ്റും. അപ്പോൾ ആ മുട്ടയാണ് ഇത്. 4 എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഉടനെ തന്നെ നമ്മൾ മുട്ട ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സവോളയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് മുട്ടയാണ് ചേർത്തേക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം എപ്പോഴും മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദേ ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇരുമ്പിലുള്ള ചീനച്ചട്ടി ഇല്ലേ, ഇതിൽ ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൊന്നി റൈസിലെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസും ചേർത്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ബാസ്മതി റൈസിൽ മുട്ടച്ചോറ് ചെയ്യുന്നത് ഇഷ്ടമില്ല. ഈ ഒരു പൊന്നി റൈസ് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് മസാലാസ് ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. ആമിക്ക് ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. സാധാരണ അവൾക്ക് മുട്ടച്ചോറ് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എന്തോ ഇത് അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറഞ്ഞു പോയി വെച്ചത്, ഒരുപാട് വെക്കണമായിരുന്നു എന്നൊക്കെ എന്നോട് പരാതിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ സ്കൂളിൽ പോയിട്ട് വന്നിട്ട്. പിന്നെ ഞാൻ ലഞ്ചൊന്നും പാക്ക് ചെയ്യുന്നതൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ലേറ്റാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 7:50 ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കിയായിരുന്നു. പിന്നെ ആമിക്ക് ബ്രെഡ് ഓംലെറ്റ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് വിട്ടത്. അവൾ ഇതിനിടയിൽ തന്നെ ഞാൻ യൂണിഫോം ഇടിയിച്ചു, തല കെട്ടിക്കൊടുത്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് രാവിലെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നേ. അപ്പോൾ ഞാനിത് ആമി പോയതിന് ശേഷമാണ് ചെയ്യുന്നത്. നമ്മുടെ ഉരുളിയിൽ പൂക്കൾ ഇട്ട് വയ്ക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റോയിൽ നിന്ന് പൂക്കൾ മേടിച്ചിട്ടുണ്ടെന്ന്. കുറേ നാളുകൾക്ക് ശേഷമാണ് പൂക്കൾ മേടിച്ചത്. അപ്പോൾ അതിനകത്ത് ഉരുളിക്കകത്ത് കുറച്ച് നല്ല പച്ചവെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ജവ്വാദ് പൗഡറും പിന്നെ പച്ചക്കർപ്പൂരവും. ജവ്വാദ് പൗഡറും പച്ചക്കർപ്പൂരവും ഒക്കെ പൂജാ ഷോപ്പിലും കിട്ടും, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ പൂജാ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളിയിൽ പൂക്കൾ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഇതിലിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും കേട്ടോ. കാരണം പൂക്കളുടെ നിറങ്ങൾ നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ മാറി നമ്മുടെ ഫോക്കസ് ഒക്കെ കൂടി ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ റിലാക്സ്ഡ് ആവുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞാനിതൊക്കെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം വർക്കായ കാര്യങ്ങളും കൂടിയാണ്. വർഷങ്ങളായിട്ട്
ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ. കാരണം ഇതൊന്നും ഭയങ്കര വിലപിടിപ്പുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നതൊന്നും അല്ല. വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മതി. നമ്മുടെ വീട്ടിലുള്ള പറമ്പിൽ നിൽക്കുന്ന പൂക്കളൊക്കെ പറിച്ച് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചാലും അതും ഒരു ഭംഗി തന്നെയാണ്. നമ്മളിപ്പോൾ വലിയ കാശൊന്നും മുടക്കണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഭംഗി കൂട്ടാനും നമ്മുടെ മനസ്സമാധാനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഴപ്പമൊന്നുമില്ല ട്രൈ ചെയ്യുന്നതിൽ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, മറക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പാമി പോയ ആ തിക്കിനും തിരക്കിനും ഇടയിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ അവിടെ തന്നെ ഇട്ടേക്കായിരുന്നു. പാമി സ്കൂളിൽ പോയി അവളുടെ സ്കൂൾ ബസ് പാസ് ചെയ്ത് പോയതിന് ശേഷം മാത്രമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുള്ളൂ. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് എല്ലാ സാധനങ്ങളും കൈയോടെ തന്നെ ഞാൻ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കും. പിന്നെ ആമി സ്കൂളിൽ പോകുന്നത് 8 മണിക്കാണ്. അപ്പോൾ 8 മണിക്ക് അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു 8:30 കൂടി തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ നടക്കാൻ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ നേരെ മോർണിംഗ് ഡ്രിങ്കും കുടിച്ചിട്ട് അങ്ങനെ അങ്ങ് നടക്കാനായിട്ട് പോകും കേട്ടോ. പിന്നെ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ ഒരു 10-10:30 ആവും. പക്ഷേ ഞാൻ നടക്കാൻ പോകുമ്പോഴാണെങ്കിൽ പോലും വീട്ടിൽ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് മാത്രമേ പോവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം റെസ്റ്റ് എടുക്കണം. പിന്നെ ഞാൻ ഒരു ജോലിയും ചെയ്യത്തില്ല. അപ്പോൾ ഈ രാവിലത്തെ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ്ഡ് ആണ്. പിന്നെ ഫ്രൈഡേസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം. കാരണം ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ചില ദിവസങ്ങളിൽ വീഡിയോസ് എടുക്കാറുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ കുറേ ഉത്തരവാദിത്തങ്ങൾ വീട്ടമ്മമാർക്ക് ഉണ്ടല്ലേ, അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും പലപ്പോഴും പലരും പറയുന്നത് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുവാണ്, അല്ലെങ്കിൽ സുഖമാണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. പക്ഷെ എനിക്ക് അതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആമിതേ സ്കൂളിൽ പോയേക്കാണ്. ഇനിയിപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ അവൾ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. അതിൽ കുറേ സമയം ഈ തുണി കഴുകാനും പാത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും ഒക്കെ പോവും. അതിലും 1 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് സുഖമാണെന്നൊക്കെ പറയുന്നത് എനിക്കൊട്ടും യോജിപ്പൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും ബിസിയാണ്. കാരണം 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടമ്മമാരെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കുള്ള സമയം നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് വേറെ ആരും വന്ന് സമയം പിടിച്ചു തരത്തില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും കിച്ചണിൽ നിൽക്കണമെന്നോ വീട്ടുപണികൾ മാത്രം ചെയ്യണമെന്നൊന്നും ഇല്ല. അങ്ങനെ ഒരു റൂളും ഇല്ല. പക്ഷെ നമ്മളത് കൃത്യമായി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കുമല്ലേ പണി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് നമ്മൾ റെസ്റ്റും എടുത്ത് എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്തു പോയാൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. മോപ്പൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഐശ്വര്യയാണ് പറഞ്ഞിരുന്നത് എൻ്റെ ബുക്ക് കളക്ഷൻസ് ഒന്ന് കാണിക്കണേന്ന്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ റീസെൻ്റ്ലി മേടിച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണിത്. ഇതിൽ കുറേ അധികം ബുക്കൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മീഷോയിൽ നിന്ന് വരുന്നതൊക്കെ പ്രിൻ്റ് നല്ലതാണോ, നല്ല ക്വാളിറ്റിയാണോ. പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടിയതിലൊന്നും ഒരു കുറ്റവും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ബുക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ബുക്സ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അഫിലിയേറ്റ് ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ അതിലൊന്ന് കയറി നോക്കിയിട്ട് റിവ്യൂ നോക്കിയിട്ട് മേടിച്ചോളൂ. എനിക്ക് കിട്ടിയത് പ്രിന്റിങ് ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ചില ബുക്സൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ചിലതെല്ലാം നമ്മൾ മാളിലൊക്കെ പോകുമ്പോഴേക്കും മേടിക്കുന്ന ബുക്സാണ് കേട്ടോ. എനിക്കിതിൽ ഞാൻ ഇതുവരെ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്സുകളിൽ 2-3 ബുക്സ് ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട
എന്നോട് നിംന വിജയുടെ ബുക്കാണ്. പിന്നെ ഖാദീജ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, അതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ബുക്കാണ്. പിന്നെ ഇക്കിഗായി ഒക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ടായിരുന്നേ, കുറേ മുന്നേ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഒരിക്കലെന്ന് പറയുന്ന ബുക്കും എനിക്ക് ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുക്കാണ്. കാരണം ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഉറക്കം വരും കേട്ടോ. അപ്പോൾ എന്നോട് ആരും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബുക്ക് നല്ലതാണ് വായിക്കാനെന്ന്. പക്ഷെ എന്തോ എനിക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് മാളിൽ നിന്ന് എടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ ബഷീർ, പാത്തുമ്മയുടെ ആടുണ്ടല്ലോ ബഷീറിൻ്റെ, ഇതൊക്കെ ഞാൻ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്താണ്. പിന്നെ ഈ കാളി എന്ന് പറയുന്ന ബുക്ക് ഉണ്ടല്ലോ അശ്വതി ശ്രീകാന്തിൻ്റെ, അപ്പോൾ ഈ ബുക്ക് ഞാൻ ഇവിടുത്തെ മാളിൽ പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ. ഞാൻ ബുക്സൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല നല്ല ബുക്സും കൂടി എന്തായാലും കമൻറ്റിൽ സജഷനിൽ ഇട്ടേക്കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ മേടിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇരിക്കുന്ന ബുക്സൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ എല്ലാം വായിച്ചു തീർന്നാണ്. പിന്നെ 2-3 സ്പിരിച്വൽ ബുക്സൊക്കെ ഇരിപ്പുണ്ട്. അത് ഞങ്ങളിവിടെ ഒരിക്കൽ മറീന ബീച്ചിൽ പോയപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു മണ്ഡപം ഉണ്ട്, അവിടെ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതൊന്നും ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. പിന്നെ ഇക്കിഗായുടെ ഹാർഡ് കോപ്പി, ഒറിജിനൽ കോപ്പി ഉണ്ട്, സീക്രട്ടിൻ്റെ ഒറിജിനൽ കോപ്പി ഉണ്ട്. സീക്രട്ടിൻ്റെ മലയാളം ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത്. ഈ ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട്, ഇത് ഞങ്ങൾ മാളിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് 500-ന് പുറത്തായി, കാരണം നല്ല കോപ്പിയാണ്, ഒറിജിനൽ കോപ്പിയാണ്, മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകളിലൊന്നാണ് ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫ് മർഫിയുടെ ബുക്കാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറേയധികം നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലുള്ള ബുക്കാണ്. പിന്നെ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ, ഇതൊക്കെ ഞാൻ പണ്ട് ആമി പ്രഗ്നൻ്റ് ആയിരുന്നപ്പം വായിച്ചിട്ടുള്ള ബുക്കാണ്. വീണ്ടും ആമിക്ക് അത് ഒന്നും കൂടി വായിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ ഞാൻ ഏകദേശം വായിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ബുക്ക് കളക്ഷൻസ്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് കേട്ടോ. അതിൻ്റെ സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്, ഇതുവരെ ഞാൻ മേടിച്ച് വായിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ചെറിയൊരു കളക്ഷനാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ ബുക്കാണുള്ളത്? അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ഈ നോവൽ പോലത്തെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ബുക്സും സൈക്കോളജിക്കലായിട്ടുള്ള ബുക്സും നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ബുക്കാണ്. അപ്പോൾ സീക്രട്ട് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും, കാരണം നമ്മൾ മറ്റുള്ള നോവലുകൾ വായിക്കും പോലെ അല്ല, കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വായിച്ചൊന്നും തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഡെയിലി ഒരു പേജ് വെച്ച് വായിക്കാറുണ്ട്, അത് തന്നെ എനിക്ക് ധാരാളമാണ്. 1-2 പേജൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചതിന് ശേഷമാണ് ഓർത്തത് ആമിയുടെ യൂണിഫോം കഴുകിയിട്ടില്ല. അപ്പോൾ യൂണിഫോം എപ്പോഴും ഞാനിങ്ങനെ കയ്യിലാണ് കഴുകുന്നത്, കംഫർട്ടൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഒരു വൈറ്റ് ഡ്രസ്സിൽ അഴുക്ക് പറ്റിയപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ടിപ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു സഹോദരി പറഞ്ഞത് ക്ലോറക്സ് എന്ന് പറയുന്ന ഒരു സംഭവം മേടിക്കാൻ കിട്ടും, അത് ഒന്ന് വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ തുണിയിൽ അഴുക്കുള്ള ഭാഗം ഒന്ന് മുക്കി വെച്ചിട്ട് കഴുകി കളയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചെയ്തിട്ടില്ല, ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ എടുക്കാം. അപ്പോൾ ടിപ്സൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ, കാരണം നമുക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്കറിയാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതും ഉറപ്പായിട്ടും നമുക്ക് കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. പിന്നെ നീതുവും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു സഹോദരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാനിഷിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും മേടിച്ചിട്ടില്ല, ഇപ്പോൾ എന്തായാലും ഒന്നും തന്നെ മേടിച്ചിട്ടില്ല, എന്തായാലും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിഷ്ണുപ്രിയയാണ് എന്നോട് പറഞ്ഞത് ജീൻസും ടോപ്പും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല, ഇടാനായിട്ട് മടിയാണ്. അപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇടണമെന്ന്, കാരണം ഞാനും ഇതൊന്നും ഇടാത്തൊരാളായിരുന്നു. എനിക്ക് ഈ വെസ്റ്റേൺ ഡ്രസ്സും മോഡേൺ ഡ്രസ്സൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു, ഒട്ടും കംഫർട്ടും ഇല്ല. അതും മാത്രമല്ല വീട്ടിൽ അച്ഛനൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ 90s കിഡ്സ് ആണല്ലോ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇടാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ നമുക്കധികം അതിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നത്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്ഭുതമായിട്ട് ഒക്കെ തോന്നുമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലേറ്റ് ആയിട്ടാണെങ്കിലും ആ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ വിഷ്ണുപ്രിയ പറഞ്ഞതും എൻ്റെ വ്ളോഗ് കണ്ടതിന് ശേഷം ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ ഡ്രസ്സ് മേടിച്ചതെന്നേ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉറപ്പായിട്ട് ഇടണം കേട്ടോ. നമ്മൾ എപ്പോഴും ഒരേ കാര്യം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാതെ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ലൈഫിൽ തുടർന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക കേട്ടോ. നല്ല
നല്ല മാറ്റങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇയർലി വൺസ് ആണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. പിന്നെ റീസെൻ്റ്ലി ആണ് ഞാൻ ബോട്ടോക്സ് ചെയ്തത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രത്യേക സ്നേഹം തോന്നി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും ഒക്കെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സഹായിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല മാറ്റങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാത്രമാണ് അറിയാവുന്നില്ലേ, മോശപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനും നല്ല മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ഇൻസ്പയർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.